എങ്ങനെയുണ്ട് സിനിമ കണ്ടത്? സിനിമ കൊള്ളാം. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ഡേ വാച്ച് മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അജിത്തും തൃശ്ശയുടെ കോമ്പിനേഷൻ സീൻസാണ് പടത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. പടത്തിൻ്റെ ഒരു നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ, അതായത് അജിത്തിൻ്റെ ഒരു മാസ് മസാല മൂവിയുടെ പ്രതീക്ഷിച്ചുള്ള ഒരു വരവിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ തനി അജിത് ഫിലിം എക്സ്പെക്ട് ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കും. ആ റേഞ്ചിലേ അല്ല പടത്തിൽ മേക്ക് ചെയ്തേക്കുന്നത്. പടത്തിൻ്റെ ആദ്യത്തെ അരമണിക്കൂറൊക്കെ നല്ല ഇവരും വലിയ ദൃശ്യമായിട്ടുള്ള കോമ്പിനേഷൻസൊക്കെ സൂപ്പർവാണ്. പിന്നീട് പടം പോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ ഫേസ്ഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ്. റൊമാൻറ്റിക് ഫാമിലി ഓറിയൻറ്റഡ് ഒരു ത്രില്ലർ ബേസ്ഡ് എന്നൊക്കെ പറയാം. ഒരു റോഡ് ട്രിപ്പ് ഐറ്റം ആണ്. ഹോളിവുഡിലൊക്കെ കുറേ ഫിലിംസ് ഇതുപോലെ ഉണ്ട്. അതിൻ്റെ ഒരു തമിഴ് സ്റ്റൈൽ പിടിച്ചിരിക്കുന്നു, എന്നാൽ അത്ര മാസ് കയറ്റിയിട്ടിട്ടുമില്ല. പിന്നെ അർജുനാണ് ഓപ്പോസിറ്റ് ക്യാരക്ടർ വരുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള സ്റ്റണ്ട് കൊറിയോഗ്രാഫിക്ക് നല്ല രസമുണ്ട്. അനിയത്തിൻ്റെ മ്യൂസിക് കൊള്ളാം, അതുപോലെ BGMs ഒക്കെയാണ്. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡേ വാച്ചുകളായിട്ട് തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. സിനിമ ഉണ്ടായിരുന്നു. അജിത്തിൻ്റെ വിടാമുയർച്ചി എന്തായാലും എനിക്ക് അവസാനം അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടത് പിന്നെ തുനുവെന്ന് പറഞ്ഞ സിനിമയാണ്. അതിനുശേഷം വന്ന സിനിമ അജിത്തിൻ്റെ ഒരു നോർമൽ സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ഒരു ഹോളിവുഡ് മേക്കിംഗ് രീതിയാണ് ഇതിന്. കാരണം അതിൻ്റെ ഫ്രെയിംസ് ഒക്കെ എങ്ങനെയാണ് പറയുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ അഭിനയമാണെങ്കിൽ, പിന്നെ അതുപോലെ മ്യൂസിക് ആണെങ്കിലും എന്തായാലും ആവറേജ് സിനിമയായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ എൻട്രി എൻ്റെ ഒരു നോർമലായിട്ട് വന്ന് നോർമലായിട്ട് തീരുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ഇത് വലിയൊരു മാസ് സിനിമയൊന്നുമല്ല, വെടി ഇടി പുക അങ്ങനെയുള്ള ഒരു സിനിമയല്ല. ഇത് ആവറേജ് ഒരു നോർമൽ മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന സാഹസികമായിട്ടുള്ള പരിപാടിയാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ആക്ഷനും അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കാർ ചേസിങ് ആണെങ്കിലും എന്തായാലും നല്ല ബെറ്റർ സിനിമയായിട്ട് എനിക്ക് തോന്നി. ഇത് പിന്നെ ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാർ കാണുകയും ചെയ്യേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ഇതിനകത്ത് പിന്നെ എനിക്കൊരു കോമഡി ആയിട്ട് തോന്നിയ പഴയ പഞ്ചാബി ഹൗസ് സിനിമയിൽ മറ്റേ ഹാരിസ് അശോൻ ദിലീപായിട്ടുള്ള ഒരു സീനിൽ ഒരു മൊന്ത എടുത്ത് എറിയുന്ന സീനിൽ വന്ന് ആ മൊന്ത വന്ന് ജനാർദ്ദൻ്റെ നെറ്റിയിലേക്ക് വീണ്ടുകൊള്ളുന്ന ഒരു സീനിൽ, അതുപോലെ തന്നെ അതൊരു വെടി വെക്കുന്ന ഒരു സീനുണ്ട്. ഒരു പ്രായമായ അമ്മച്ചി വെടിവെച്ചിട്ട് ആ ഭിത്തിയിലിരിക്കുന്ന ഒരു പാത്രത്തിൽ ചെന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും അമ്മച്ചിയുടെ തലയിലേക്ക് തന്നെ കൊള്ളുന്ന ഒരു സീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് സിനിമ. എന്തായാലും ഇത് ആൾക്കാർ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ സാധ്യതയുള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഡയറക്ഷനും കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുള്ള ഒരു ഹോളിവുഡ് ഫ്രെയിംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു പറഞ്ഞ പോലെ അത് കോപ്പി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടച്ച് ഈ സിനിമയിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും തിയേറ്ററിൽ തന്നെ ഇത് കാണേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. പ്രേക്ഷകർക്ക് പറഞ്ഞ പോലെ കുടുംബമായിട്ടൊക്കെ ഒന്ന് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ട്. വൺ ടൈം വാച്ചബിൾ സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു.